നെക്സ്റ്റ് വർഷത്തിൽ ഹൈസ്കൂൾ, പിന്നെ காலேஜ், இங்கிலீஷ் ஸ்கூல், உருது ஸ்கூல், அப்படியே சேர்ந்தது ஒரு 65,000 குழந்தைகள் படிக்கின்ற ஒரு மிகப்பெரிய கல்வியாയി മാറിയിട്ട് அல்ஹம்துலில்லாஹ். ഇതിന്റെ ഫൗണ്ടർ என்னுடைய ஃபாதர் ஷேக் அபூபக்கர் அஹ்மத். அவர் பாக்கவி தமிழ்நாட்டிலிருந்து பட்டமளிப்பு நேடியார். முதல்ல தமிழ் ராஜ்யத்தில் നിന്ന് மட்டும் കേരളാവിലെ മുത്തഅല്ലിമീങ്ങൾ வந்து இங்கே இருந்து அவர் இல்ம தேடி போயிருந்து അതിരാംപട്ടണ, കായൽപട്ടണ, വേലൂർ, അതേമാതിരിയുള്ള മദ്രസാകൾ ഇപ്പൊ നീടൂരിലെ മിസ്ബാഹുകളും അതേമാതിരി നമ്മ അതിരാംപട്ടണ റഹ്മാനിയ, പിന്നെ ഫൈസലുകളും அங்கே கடையநல்லூர், மாஷா அல்லாஹ் ரொம்ப அரபிக் கல்லூரிகள் இந்த தமிழ் மாநிலத்தில் என்னுடைய അറിവനുസരിച്ച് 200 அரபிக் கல்லூரிகள் ഉണ്ട്. ഓരോ அரபிக் கல்லூரிகளுக்கும் 100 கோடிയുടെ പ്രോപ്പർട്ടി ഉണ്ട്. அல்ஹம்துலில்லாஹ். முதல்ல இந்த தமிழ்நாடு வந்து கேரளாவில் இருந்து, ஆந்திரா பிரதேசில் இருந்து, கர்நாடகத்தில் இருந்து, எல்லா இடத்துல இருந்து வந்து இங்கே முத்தஅல்லிமீங்கள் கல்வியை படிச்சு பெரிய ஆலிம்களாയി അവർ ഇന്ത്യയിൽ பெரிய വലിയ വലിയ വേലകൾ ദീനുൽ ഇസ്ലാത്തിനുடைய ഖിദ്മത്തുകൾ செய்தார்கள். அல்ஹம்துலில்லாஹ். மர்கஸு ஸகாஃபத்து சுன்னிய அந்த பாக்கியாத்தில் படிക്കുന്ന കാലം என்னோட வாப்பா அவர்களுக்கு സ്വപ്നത്തിൽ இந்த மாதிரி ഒരു அமைப்பு കേരളാവിൽ ചെയ്യണമെന്നൊരു നീയത്ത്, ഒരു ആശ വെച്ചത്, அந்த ആശയം നിറവേറ്റ വേണ്ടി അതേ രീതിയിലുള്ള ഒരു ബിൽഡിംഗ് കെട്ടിപ്പോത് അൽഹംദുലില്ലാഹ്. ഇപ്പോ 25 സ്റ്റേറ്റില് എല്ലായിടത്തിലും இந்த കൽവിയുടെ ബ്രാഞ്ചുകൾ ചേർത്ത് അൽഹംദുലില്ലാഹ് ഉങ്ങളുടെ എല്ലാം ദുആവിനാൽ, ഉടയ തമ്പുരാൻ കൃപയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫൈസ് ബറകാത്തിനാൽ അൽഹംദുലില്ലാഹ് ഇന്ത്യ ഉലകത്തിലും 8 ഭാഷയിൽ മക്തബ് പഠിക്കുന്ന മക്കൾക്ക് കിതാബുകൾ, അതേമാതിരി അറബിക് കല്ലൂരികൾ, ഉലമാക്കൾ ലോ കോളേജിൽ പഠിത്ത് വക്കീലായിട്ട് ഇപ്പൊ ഒരു വാരം മുന്നേ 105 പേർ വക്കീൽ മർകസ് ലാ കോളേജിൽ ഇരുന്ന്, അതിലൊരു 40 പേർ ഉലമാക്കൾ. ഇത് ഏകദേശം ഒരു 200-300 ഉലമാക്കൾ അവർ വക്കീലായിട്ട്. അതേ രീതി അവരിലിരുന്ന് ചില വക്കീൽമാർ ഇപ്പോൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കെ. അതേ രീതി IFS ഫോറിൻ സർവീസില് അവർ അംബാസഡർ ആകാൻ വേണ്ടിയുള്ള യോഗ്യത നേടിയിരിക്കെ. ഇപ്പൊ ഈജിപ്തിലെ ജനറൽ കൗൺസിലായിരിക്കെ. അൽഹംദുലില്ലാഹ്. ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് വേണ്ടിയിട്ട് അമേരിക്കാവില് PhDക്ക് പിറകെ അപ്പുറം PDF ചെയ്യുവാങ്ക. അൽഹംദുലില്ലാഹ്. ഇതെല്ലാം சொல்லுவ എന്തെന്നാ, ഇതെല്ലാം മുസ്ലിം സമൂഹത്തിന് അവർക്ക് മനസ്സിൽ ഒരു സന്തോഷം, ഉങ്ങൾക്കൊരു പിരിശം. അതിനാൽ നിങ്ങൾ ദുആ ചെയ്യ വേണ്ടി മറ്റും. അതേ രീതി ഇൻഷാ അല്ലാഹ് ഉങ്ങൾ അവരുടെ മക്കളെ നമ്മ സ്കൂളില് ഉലൈ അബ്ദുറഹ്മാൻ സാഹിബ്, ദി ചെയർമാൻ, അലി അബ്ദുറഹ്മാൻ സാഹിബ്, ദി ചെയർമാൻ ഓഫ് ദി അലിഫ് സ്കൂൾ. அந்த സ്കൂളില് ഒമാനിലിരുന്ന് പിള്ളേർ വരുന്നത്, കശ്മീർ, ബോംബെ, ഡൽഹി എല്ലാ ഇടത്തിൽ നിന്ന് വന്ന് ആളുകൾ പഠിക്കുന്ന പെരിയ സ്കൂൾ, CBSE സ്കൂൾ. അത് പഠിക്കുന്ന ഇടത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഹാഫിളാകാം, ഇസ്ലാമിനെ പഠിക്കാം. അതൊക്കെ വേണ്ടി അൽഹംദുലില്ലാഹ് you can send your children to Kerala also for law, LLB or any other studies. Alhamdulillah, we are ready to receive them. If it is orphan, free of cost. If he is a poor student, poor and bright student, we take over them with Sheikh Abu Bakr Foundation scholarship. We teach them medicine in any medical college or law college or any other courses. And if you can pay, you can pay. If you can pay for your child and another child, you can sponsor another child also. So this is a community program covering everybody. Anybody can learn. Nobody will be denied from education, but it is by the help of the people. Alhamdulillah. I don't want to take much of your time. It is your busy time, job time. So I once again thank the committee members as well as the Imam Sahab and all the office bearers of this Pudupalli, Periyapalli Jama'at, Pallivasal. Inshallah, Rabban and Assalamu alaikum.